തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളുടെ എല്ലാവിധ കാപട്യങ്ങളും പൊളിച്ചെഴുതിക്കൊണ്ട് ജനമനസ്സുകളിൽ ജനഹൃദയങ്ങളിൽ കയറിപ്പറ്റിയ സുരേഷ് ഗോപിയുടെ വിജയം ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരായ ഞങ്ങളെ സംബന്ധിച്ചും ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചും ഒരു ആഹ്ലാദം പകരുന്ന ഒരു നിമിഷമാണ്. ജനങ്ങൾ വികസനത്തിനൊപ്പം നിൽക്കുന്ന, ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി സുരേഷ് ഗോപിയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ഇത്തരത്തിലൊരു ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനായിട്ട് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളും എല്ലാ വോട്ടർമാരും തയ്യാറായി. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണി തുടങ്ങിയ ആ നിമിഷം മുതൽ പോസ്റ്റൽ വോട്ട് കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായിട്ട് വോട്ടെണ്ണി തീരുന്നത് വരെയും സുരേഷ് ഗോപിയുടെ ലീഡിനെ മറികടക്കാനായിട്ട് ഇവിടുത്തെ ഇടതു വലത് മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും മറ്റുള്ളവരും BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും താമര രാവിലെ വിരിയും ഉച്ചകഴിഞ്ഞ് വാടുമെന്ന അത്തരത്തിലുള്ള നിരവധിയായ കുറിപ്പുചരണങ്ങളും വളരെ മികച്ചമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഭാരതീയ ജനതാ പാർട്ടിയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഇവിടുത്തെ ജനങ്ങൾ കൈക്കൊണ്ടിട്ടില്ല. സുരേഷ് ഗോപിയുടെ കൂടെയാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെയാണ് ഇവിടുത്തെ വോട്ടർമാരെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ നിമിഷം ഞങ്ങളെല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചും ഇന്നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളും എല്ലാം ആഹ്ലാദത്തിലാണ്. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ച ഇന്നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും ഈ നിമിഷത്തിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടും നാടിന്റെ വികസനത്തിനായിട്ടും നാട്ടുകാരുടെ എല്ലാ കാര്യങ്ങൾക്കായിട്ടും സുരേഷ് ഗോപി നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പോടുകൂടിയിട്ട് ഈ ആഹ്ലാദ നിമിഷം ഞങ്ങൾ സന്തോഷകരമായി പങ്കിടുകയാണ്. भारत माता की